നിറങ്ങൾ നൃത്തം വെക്കുന്ന ഒരു മനസ്സുമായി വടക്കാഞ്ചേരിക്കടുത്തെ എങ്കക്കാട്ട് നിന്നും അടിമുടി കലാകാരനായ ഒരു മനുഷ്യൻ മദ്രാശിക്ക് വണ്ടി കയറി. അമ്മാവൻ PN മേനോന്റെ അനുഗ്രഹാശിസുകളാൽ കലാ സംവിധാനത്തിലായിരുന്നു അയാൾ ആദ്യം കൈവച്ചത്. സ്റ്റുഡിയോ സെറ്റുകൾ എക്സ്ട്രീം ഒറിജിനാലിറ്റിയിൽ ഒരുക്കുന്നതിൽ പുകൾപെറ്റ ആ നാമം പ്രയാണം എന്ന ചിത്രത്തിലൂടെ സംവിധാനം, നിർമ്മാണം, കലാസംവിധാനം എന്നിങ്ങനെ ഒട്ടേറെ വിഭാഗങ്ങളിൽ സെല്ലുലോയിഡിൽ എഴുതിവെക്കപ്പെട്ടു. തുടർന്ന് സ്വന്തം സിനിമകളിലെ സമസ്ത മേഖലകളിലും ആ സവിശേഷ സ്പർശം പ്രശസ്തിയാർജിച്ചു. അതുല്യനായ ഒരു ചിത്രകാരന്റെ ക്യാൻവാസുകൾ പോലെയുള്ള ഫ്രെയിമുകൾ, താരാധിക്യമില്ലാത്ത ചിത്രങ്ങളിലും ദൃശ്യവ്യാകരണം കൊണ്ട് സൂപ്പർ ഹിറ്റുകൾ ഒരുക്കാനുള്ള സംവിധാന പാടവം, കലയും കച്ചവടവും കൃത്യമായി വിളക്കിച്ചേർക്കുന്നതിൽ അനിതര സാധാരണമായ മികവുള്ള ഡയറക്ടോറിയൽ ലെഗസി, കലാസംവിധാനം, ചിത്രസംയോജനം, സംഗീതം, ഗാനരചന തുടങ്ങിയ ഒട്ടേറെ മേഖലകളിൽ മുദ്ര ചാർത്താനും അതിൽ സംസ്ഥാന പുരസ്കാരങ്ങൾ ഒന്നിലേറെ തവണ നേടാനും കെൽപ്പുള്ള മാസ്റ്റർ ക്രാഫ്റ്റ്സ്മാൻ, മലയാള സിനിമയുടെ സംവിധായക കുലപതികളിൽ മുൻനിരക്കാരൻ. ഓർമ്മയിലെന്നും ഭരതൻ. ഭരതൻ സാർ തിരശ്ശീലയിൽ അവതരിപ്പിച്ച അഭിനേതാക്കൾ ആരും തന്നെ വൺ ഫിലിം വണ്ടറുകളായിരുന്നില്ല. അവർ വീണ്ടും ഒരുപാട് ചിത്രങ്ങളിൽ അവരുടെ പ്രതിഭ കൊണ്ട് നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടേയിരുന്നു. അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന വൈശാലി എന്ന ചിത്രത്തിലെ ലോമപാത മഹാരാജാവായി നമ്മളെ അത്ഭുതപ്പെടുത്തിയ നടൻ ഇപ്പോഴും മലയാള സിനിമകളിലെ സജീവ സാന്നിധ്യം. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട ബാബു ആന്റണി. ഞാന് ആമുഖത്തിൽ പറഞ്ഞു, ഭരതൻ സാർ സിനിമയിലേക്ക് കൊണ്ടുവന്ന പല കലാകാരന്മാരും പല അഭിനേതാക്കളും ഒന്നും ഒരു വൺ ഫിലിം വണ്ടറുകളായിരുന്നില്ല. പിന്നെയും ഒരുപാട് സിനിമകളിൽ അവരെ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അവരുടെ പ്രതിഭ നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരാളാണ് ബാബുചേട്ടൻ. ഭരതൻ സാറിന്റെ കണ്ടെത്തലാണ്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം പൊന്നിയിൻ സെൽവൻ പോലൊരു പടം വരുമ്പോഴും കൊച്ചുണ്ണി പോലൊരു പടം വരുമ്പോഴും എല്ലാം നല്ലൊരു ഹിസ്റ്റോറിക്കൽ മൂവി എടുത്താൽ, സമകാലീന ചിത്രം എടുക്കുമ്പോഴെല്ലാം ബാബുചേട്ടന്റെ സാന്നിധ്യം അതിനകത്തുണ്ട്. അപ്പം ആദ്യത്തെ പടത്തിൽ ശരിക്കും നമുക്ക് മാർഷൽ ആർട്സ് അറിയാവുന്നതുകൊണ്ട് വന്നാന്നൊക്കെ അന്ന് കാലത്ത് വേണമെങ്കിൽ പലരും ആരോപിച്ചു കാണും. പക്ഷെ ഇപ്പോഴും ബാബുചേട്ടൻ വളരെ സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. ഈ ചിലമ്പ് എന്ന് പറയുന്ന ചിത്രത്തിലേക്കുള്ള ബാബുചേട്ടനും ഭരതേട്ടനുമായിട്ടുള്ളൊരു കണ്ടെത്തലിന്റെ കഥ എന്താണ്? അത് ഒരു ഭയങ്കര ലോങ് സ്റ്റോറിയാണ്. നമുക്കത് ഷോർട്ടായിട്ട് പറയാം. ഞാൻ ബേസിക്കലി പൂനെയിലാണ് ഞാൻ MBA ചെയ്തത്. അപ്പോൾ എൻ്റെ അടുത്തായിട്ടായിരുന്നു, പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് തൊട്ടടുത്തായിരുന്നു. അപ്പോൾ അവിടെ പോയി ഇടയ്ക്കിടയ്ക്ക് പോവുകയും, അപ്പോൾ നമ്മൾ അവിടെ കേൾക്കുന്ന പേരുകൾ ഭരതേട്ടൻ, അരവിന്ദൻ, പത്മരാജൻ, IV ശശി, ജോഷിയേട്ടൻ, ഹരിഹരൻ, അങ്ങനെയുള്ള ചില പേരുകൾ കേൾക്കാറുള്ളൂ. അന്നത്തെ കാലത്ത് താടിയൊക്കെ വളർത്തി ഒരു ബുദ്ധിജീവി ലൈനിൽ നടക്കുന്ന കൊമേഴ്ഷ്യൽ സിനിമകളോടൊക്കെ ഒരു ചെറിയ വിമുഖത. ഏതൊക്കെയാലും അവിടുന്ന് ഞാൻ സിനിമ ഒരു മോഹമായിട്ട്, സിനിമാറ്റോഗ്രാഫി ആയിരുന്നു ആദ്യത്തെ എൻ്റെ ഒരു ഉദ്ദേശം. പക്ഷെ അതിനെനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ അത് മാറ്റിയായിരുന്നു FTIയിൽ. നമ്മുടെ ഫ്രണ്ട്സ് പറഞ്ഞു, പ്രത്യേകിച്ചൊരു പൊക്കമൊക്കെ ഉണ്ടല്ലോ. പക്ഷെ നമ്മൾ അന്നത്തെ ഒരു രൂപം എന്ന് പറഞ്ഞാൽ അന്നത്തെ മലയാള സിനിമയ്ക്ക് പറ്റിയൊരു രൂപമായിരുന്നില്ല. പൊക്കമുള്ള നീണ്ട മുടിയും താടിയും കമ്മലും ഒക്കെ ഇട്ടുള്ളൊരു കീറിയ ജീൻസും കീറിയ പാൻറ്റും അന്ന്. അതെ, മലയാള സിനിമയിൽ ഒരു ഭരതേട്ടനല്ലാതെ വേറൊരാളും നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരവസ്ഥയായിരുന്നില്ല. അപ്പം ഞാനിങ്ങനെ ചെന്നൈയിലെത്തുന്നു. ഭരതേട്ടൻ്റെ വീട്ടിൽ പോയി പലതവണ ഭരതേട്ടൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ നടന്നു. അപ്പം ആരും പുറത്തൊന്നും കണ്ടില്ല. പിന്നെ കയറാനും ഒരു ധൈര്യക്കുറവുണ്ട്. അപ്പോൾ ഒരു ദിവസം ഞാൻ ഭരതേട്ടൻ ഇങ്ങനെ പുറത്ത് നിൽപ്പുണ്ട്. സിദ്ധാർത്ഥൻ കുഞ്ഞാ, പുള്ളിയും ലളിത ചേച്ചിയൊക്കെ അവിടെ നിൽപ്പുണ്ട്. പുള്ളി ഇങ്ങനെ വയറിലൊക്കെ തടയി ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ അകത്തേക്ക് കയറി. എന്നെ കണ്ടപ്പോൾ പുള്ളി ഇങ്ങനെ നോക്കി, വളരെ കാര്യമായിട്ട് നോക്കി. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു രൂപമൊക്കെ കണ്ടപ്പോൾ ലളിത ചേച്ചിയോട് പറയും, ഒരു വല്ലതും കൊടുത്ത് പറഞ്ഞു വിടും. അവനോട് നീ എവിടെ നിന്നാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ പൂനെയിൽ നിന്ന് വരികയാണ്, മലയാളിയാണ്. അപ്പം ഞാൻ പിന്നെ എൻ്റെ ഒരു ആൽബം ഉണ്ടായിരുന്നു. അന്നപ്പോഴത്തെ KU മോഹനും മുരളീധരനും ഒക്കെ എടുത്ത ഒരു കുറെ ചെറിയൊരു ആൽബം, അത് ഞാൻ ഭരതേട്ടനെ കാണിച്ചു. അന്നേരം ഭരതേട്ടൻ പറഞ്ഞു, നിന്നെ ഉപയോഗിക്കാം, ഒരു 10 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. അപ്പൊ തന്നെ ഒരു 10 ദിവസത്തെ ഗ്യാപ്പിൽ ഇത് കിട്ടി. 10 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ 10 ദിവസം പിന്നെ ഒരു വലിയ സംഭവമാണല്ലോ, 10 വർഷത്തെ. അപ്പോൾ ഇങ്ങനെ 10 ദിവസം കഴിഞ്ഞ് ചെല്ലുന്നു. അപ്പോൾ ഇങ്ങനെ ഭരതേട്ടൻ പറഞ്ഞു, നിന്നെ
ചിലമ്പ് എന്ന് പറഞ്ഞൊരു സിനിമയാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. റഹ്മാനാണ് ഹീറോ. അപ്പോൾ നിന്നെ അതിനകത്ത് വില്ലനായിട്ട് കാസ്റ്റ് ചെയ്യാൻ പോകും. അപ്പോൾ കരാട്ടയും കളരിയും തമ്മിലുള്ള ഒരു മത്സരമാണ്. അപ്പോൾ നീ അന്ന് കരാട്ടെ പഠിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കാസ്റ്റ് ചെയ്ത് അന്നൊരു 2500 രൂപ എൻ്റെ കൈ തന്നു. അന്ന് 2500 രൂപ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. അതായത് നമ്മൾ ശരിക്കും പൈസ കിട്ടില്ലല്ലോ അഭിനയിക്കാൻ തയ്യാറാണ്. പൈസ കിട്ടിയാൽ നമ്മൾ വേണം എന്ത് വേണം ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു തുടക്കം. നോക്കൂ, 86-87 കാലഘട്ടങ്ങളിൽ നമ്മൾ ഗേറ്റിന് മുന്നിലൂടെ നടന്ന് ഒരു സംവിധായകനെ കണ്ട് ഒരു ആൽബം കാണിക്കുന്നു, 10 ദിവസത്തിനകം വേഷം വരുന്നു. അപ്പോൾ ഒറ്റ കാഴ്ചയിൽ ഒരു ആൽബം കാണുന്നിടത്ത് നിന്ന് ഒരു കലാകാരന്റെ പൊട്ടൻഷ്യൽ എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള അസാമാന്യ ശേഷിയാണ് ബാബു ആന്റണി എന്ന അഭിനേതാവ് ഇപ്പോഴും ഇവിടെ നമ്മളോടൊപ്പം ഇന്ന് ഈ പരിപാടി വരെയും എത്തി നിൽക്കുന്ന അവസ്ഥകളിൽ തുടരുന്നു അഭിനേതാവായി. ചേട്ടാ, താങ്ക് യു. ഇരിക്കും. ഈ ചിലമ്പ് ചെയ്യുന്ന സമയത്ത് ബാബുച്ചേട്ടനെ സംബന്ധിച്ച് ഇതിനകത്ത് എന്നെ കിട്ടിയത് നീ കരാട്ടയൊക്കെ പഠിച്ചിട്ടുണ്ട് എന്നുള്ള പറഞ്ഞതിന്റെ കാരണം കൊണ്ടാണല്ലോ എന്ന് തോന്നാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു ഫൈറ്ററാണ്, അയാളൊരു ഫൈറ്റ് ചെയ്യും എന്ന ബോധ്യത്തിലാണ് അതിലെ വില്ലനായിട്ട് വരുന്നത്. അപ്പം ബാബുച്ചേട്ടൻ ഈ ബലറാം സാറിനോട് അന്ന് സംസാരിച്ച് ചോദിച്ചിട്ടുണ്ടോ എന്റെ ഒരു അടുത്ത പടങ്ങൾ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ള ഒരു ഡയറക്ടർ എന്നുള്ള നില ചോദിച്ചിട്ടുണ്ടോ ആ സമയത്ത്? അപ്പൊ ഈ കാസ്റ്റിംഗ് കോളിൽ തന്നെ കാര്യം ഞാൻ പറയാം. ഇപ്പൊ ഒരു യഥാർത്ഥ കലാകാരനാണെങ്കിൽ അവൻ ഒരാളെ കാണുമ്പോൾ മനസ്സിലാവും, അവന്റെ പൊട്ടൻഷ്യൽ മനസ്സിലാവും. അത് വലിയ പ്രതിഭകൾക്ക് സാധിക്കുള്ളൂ. ഇപ്പൊ ഈ പറഞ്ഞ ഒരുപാട് ഓഡീഷൻസ് എന്നും കണ്ടിട്ടും അവർക്ക് മനസ്സിലാകാത്ത അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ് ഇപ്പോൾ. അതൊരു പക്ഷേ ഈ ചെയ്യാൻ പോകുന്ന ക്യാരക്ടറെ നമുക്ക് ഷൂട്ട് ചെയ്ത് എടുക്കേണ്ട ഒരു ക്യാരക്ടറെ കുറിച്ചുള്ള ഇവരുടെ ഒരു വലിയ ബോധ്യമാണ്. പ്രതിഭകൾക്ക് അത് മനസ്സിലാവും പെട്ടെന്ന്, അത് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു എന്റെ ഒരു കാൽക്കുലേഷൻ. അതെ, അത് ഞാനെന്ന് ഇവിടെ ഒരു തവണ പറഞ്ഞിട്ടുണ്ട്. അതിലൊക്കെ ഇപ്പൊ നമ്മൾ വേണമെങ്കിൽ ഒരു ഡയറക്ടർ വേണ്ടെന്ന് വെക്കുന്ന കാര്യം, നമ്മുടെ താരും തളരും എന്നുള്ള പാട്ടെടുക്കുമ്പോൾ ഇപ്പം ഞാനൊരിക്കൽ രവീന്ദ്ര മാസ്റ്റർ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, ഹരിമുരളീരവം എന്ന് പറയുന്ന പാട്ടിന്റെ വിഷ്വലിൽ 2 കൊലപാതകമുണ്ട്. ഹീറോ 2 പേരെ കുത്തിക്കൊല്ലുന്നുണ്ട് ആ പാട്ടിൽ. നമ്മൾ ആ പാട്ടിന്റെ ഒരു സ്വഭാവവും കൾച്ചറും ഒക്കെ വെച്ചിട്ട് നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല ഇതുണ്ടെന്ന്. എന്ന് പറയുന്ന പോലെയാണ് താരും തളരും എന്ന് പറയുന്ന പാട്ടില് കരാട്ടയുണ്ട് കുറെ നേരം. അതിന്റെ ബീജത്തിൽ ബാബുചേട്ടൻ നഞ്ചുക്ക് ഇറക്കുന്നു, പിടിക്കുന്നു, വലിക്കുന്നു എന്നൊക്കെ ഉണ്ട്. അത് ഷൂട്ട് ചെയ്യുമ്പോൾ ഇത് പാട്ടിലേക്കുള്ളതാന്ന് അറിയാമായിരുന്നു. എന്നോട് പറഞ്ഞിരുന്നു. BGM ഒക്കെ ഇട്ടിട്ടാണ് അവര് ചെയ്തത്. BGM ഇട്ട് ചെയ്തത് അല്ലേ, അല്ലാതെ ഒരു മൊണ്ടാജ് എടുത്ത് ചേർത്തതല്ല. ആ സമയത്ത് അത് പുള്ളി എന്നോട് പറഞ്ഞു. പുള്ളി എല്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരും. അതുപോലെ തന്നെ ഭയങ്കര ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. ഞാനൊരു ഡയറക്ടറാണെന്നുള്ളൊരു സംഭവം ഒരിക്കലും പുള്ളി കാണിക്കാറില്ല. പുള്ളി വളരെ രാവിലെ വന്നിട്ട് ഒരു സ്റ്റൂളിലോട്ട് കയറി ചമ്പരം പറഞ്ഞിരുന്നിട്ട് അങ്ങനെ ചെയ്യടാ, അങ്ങനെ ചെയ്യ്, ഇങ്ങനെ ചെയ്യ്, അത് മതി. അപ്പോൾ നമ്മളെന്തെങ്കിലും സജഷൻ പറയുകയാണെങ്കിൽ പറയാം, അത് നോക്കട്ടെ കൊള്ളാമല്ലോ, എന്നാൽ അത് നീ അത് ചെയ്യും. അങ്ങനെയൊക്കെയുള്ളൊരു സംഭവമാണ്. ശരിക്കും ആ സമയത്ത് നല്ല പ്രോട്ടോകോൾ ഉണ്ടായിരുന്നില്ല. ഡയറക്ടർ നടൻ എന്നൊക്കെ പറയുന്നത് ഭയങ്കര പ്രോട്ടോകോൾ ഉള്ള സമയമാണ്. വലിയ അന്തരമുള്ള സമയത്താണ് ഈ പുള്ളി എനിക്ക് തോന്നുന്നു ഒരു 10-100 വർഷം നേരത്തെയുള്ള ചിന്താഗതിയായിരുന്നു, മുന്നിലോട്ടുള്ള ചിന്താഗതിയായിരുന്നു. അപ്പോൾ പുള്ളി അന്ന് പറയായിരുന്നു, എടാ നീ ഇപ്പോൾ ഒരു ഫ്രെയിം ചെയ്യുമ്പം 30 വർഷം കഴിഞ്ഞാലും ആ ഫ്രെയിം പുതുതായിട്ട് തോന്നണം, അങ്ങനെ നീ പെർഫോം ചെയ്യാവുള്ളൂ. അപ്പോൾ അങ്ങനെ മുൻവിധി ഒരുപാടുള്ള ഒരു 10-100 വർഷം മുന്നിൽ ചിന്തിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും പ്രണാമം എന്ന് പറയുന്ന ചിത്രത്തില് ഒരു കോളേജ് ക്യാമ്പസിലെ ബാബുച്ചേട്ടൻ അന്ന് ഗേറ്റിംഗ് ചെന്ന വേഷം, മറ്റേ യൂത്ത് പരിപാടിയിലിട്ട് വാളി സ്റ്റുഡന്റ് പോലീസിനെ കാണുമ്പോൾ സ്ഥലം അടിക്കും, അല്ലാത്ത സമയത്ത് കീ പറഞ്ഞ് നടക്കുന്ന ഒരു പ്രത്യേക ക്യാരക്ടറാണ്. അപ്പൊ ഭരതേട്ടൻ്റെ 3 സിനിമകളിലും, അതായത് ചിലമ്പിലെ വേഷവും പ്രണാമത്തിലെ വേഷവും പിന്നെ അതിലൊക്കെ എത്രയോ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വൈശാലിയിലെ വേഷം. അതായത് പറഞ്ഞു പുള്ളിയുടെ ആ പ്രതിഭ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇവനെ കൊണ്ട് പറ്റും എന്ന് പുള്ളി മനസ്സിൽ കണ്ടു. അല്ലെങ്കിൽ വേഷം തരില്ലല്ലോ. അല്ല, അതാണ് അത് വളരെ സക്സസ്. പ്രണാമത്തിലൊക്കെ വേഷം അന്ന് മാത്രമല്ല എന്റെ സബ്ജക്റ്റിനൊക്കെ ഒരു കാലത്തെ അതിജീവിക്കുന്ന തീർച്ചയായിട്ടും സബ്ജക്ട് ഇപ്പോഴത്തെ കാലത്ത് നടക്കുന്ന സംഭവങ്ങളാണ്. ഇപ്പൊ കണ്ടാലും ആ സബ്ജക്റ്റിന് റെലവൻസ് ഉണ്ട്. ഡ്രഗ് അബ്യൂസും കാര്യങ്ങളും ഒക്കെ ഇപ്പം നമ്മുടെ സൊസൈറ്റി നടക്കുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ 30 വർഷം മുമ്പ് അതുപോലെ പിന്നെ ചാമരം, അന്നൊരു ടീച്ചറുമായിട്ടുള്ള പ്രണയമൊക്കെ അന്ന് ഭയങ്കര സംഭവമാണ്. ഇന്നാണെങ്കിൽ ഓക്കെ. പ്രേമം എന്ന് പറയുന്ന സിനിമ വന്നപ്പോ ഒരുപാട് പേര് അന്ന് പറഞ്ഞു ഈ ഇതിന്റെ ഒരു നൂല് എന്ന് പറയുന്നതിനകത്ത് ചാമരത്തിൽ വന്ന അതുപോലില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ നമ്മള് ചിലമ്പിനെ കുറിച്ച് ഇത്രയും പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ അതിലെ പാട്ടിനെ കുറിച്ച് പറഞ്ഞു, പ്രണത്തിനെ കുറിച്ചൊക്കെ പറയുമ്പോ അന്നത്തെ സിനിമാ കഥകൾ എനിക്കിത് വലിയ ഇഷ്ടം ഇത് കേട്ടോണ്ടിരിക്കുക എന്ന് പറയുന്നത്. അന്നത്തെ ഒരു മദ്രാസ് കഥകളുണ്ട്. മദ്രാസിലെ ഈ സിനിമാക്കാരന്റെ ലക്ഷറി ഇല്ലാത്ത കഥകൾ, കഷ്ടപ്പാട് ചേരാത്ത മാച്ച്. ഇപ്പൊ സിനിമ ഭയങ്കര അഭിനയമോഹം ഉണ്ടെന്ന് പറയുന്ന പല ആൾക്കാർ സത്യത്തിൽ അഭിനയത്തെക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഇതിന്റെ ഒരു ഗ്ലിറ്റ്സ് ആൻഡ് ഗ്ലെയറാ.
ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന സൗഭാഗ്യങ്ങളെയാണ് ഇവർ ഇഷ്ടപ്പെടുന്നത് അഭിനയത്തെക്കാളും. ഈ ബാച്ച് മുഴുവൻ വലിയ മദ്രാസ് കഥകളുണ്ട്. ആ കഥകൾ തൊട്ടെടുത്താൽ ഒരുപാട് നമ്മളോട് പറഞ്ഞു തരാൻ പറ്റുന്ന, ഇപ്പോഴും ഏറ്റവും പുതിയ സംഗീതം കൃത്യമായി നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തല സംഗീതമാണെങ്കിലും സിനിമയ്ക്ക് വേണ്ട പാട്ടുകളാണെങ്കിലും എല്ലാം ഏറ്റവും ഗംഭീരമായി ഒരുക്കുന്ന ഭരതൻ സാറിനോടൊപ്പം ഒരുപാട് ചിത്രങ്ങൾ ചെയ്തിട്ടുള്ള, അദ്ദേഹവുമായി വലിയ സൗഹൃദമുള്ള സംഗീത സംവിധായകൻ, ഓർമ്മയിൽ നിന്നും ഭരതൻ എന്ന ഈ ലക്കത്തിലേക്ക് ഏറെ ബഹുമാനപൂർവ്വം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു മ്യൂസിക് ഡയറക്ടർ ഔസേപ്പച്ചൻ സാർ. ഔസേപ്പച്ചൻ സാർ, ഒരിക്കൽ കൂടി സ്വാഗതം പരിപാടിയിലേക്ക്. ഞങ്ങള് ചിലമ്പിനെ കുറിച്ചും പ്രണാമത്തിനെ കുറിച്ചുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആ സിനിമകൾ പറയുമ്പോൾ അതിലെ പാട്ടുകളെ കുറിച്ച് തീർച്ചയായിട്ടും പറയേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഭരതൻ സാറിന്റെ ഒരു പ്രത്യേകത അദ്ദേഹത്തിന്റെ സിനിമകളിലെല്ലാം പാട്ടുകൾ ക്യാരക്ടറുകളായിരുന്നു എന്നുള്ളതാണ്. അതായത് ഒരു പാട്ടങ്ങ് കട്ട് ചെയ്താൽ ചിലപ്പോൾ കഥ മുറിഞ്ഞു പോകും. പാട്ടിനകത്ത് കഥകൾ ഉണ്ടായിരുന്നു, അതിനകത്ത് സീനുകൾ പാട്ടിനകത്തുണ്ടായിരുന്നു. പല പാട്ടുകളും അങ്ങനെ തോന്നുന്ന പാട്ടുകളാണ്. എങ്ങനെയാണ് ഒരു ബന്ധം? ഭരതേട്ടനും ഞാനും ഏറ്റവും ആദ്യം കാണുന്നത്, ഭരതേട്ടൻ ഞാൻ കാണുന്നത് ദേവരാജൻ മാസ്റ്റർ കളരിയിലാണ്. അവിടെ ഭരതേട്ടൻ്റെ പടം ഡയറക്ഷൻ ചെയ്യുന്ന പടത്തിന് സംഗീതം ഒരുക്കാൻ വരുന്ന സമയത്ത് ഞാൻ അവിടെ വയലിനൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഞാനൊരു വളരെ ചെറിയ പയ്യൻ, 20 വയസ്സൊക്കെ, 21 വയസ്സ് പ്രായം. അപ്പോൾ ഭരതേട്ടനെ കണ്ട വഴിക്ക് എന്തോ ആ മുഖത്ത്, എനിക്ക് ഭരതേട്ടൻ തൃശ്ശൂർക്കാരനാണ്, അദ്ദേഹം വലിയൊരു സംവിധായകൻ ആണ് എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ വയലിൻ വായിച്ചു കിടക്കുന്നു, എനിക്ക് ദേവരാജൻ മാഷാണ് എൻ്റെ ദൈവം, ബാക്കി ആരും അറിഞ്ഞുകൂടാ. അപ്പോൾ ഭരതേട്ടൻ എന്നെ ഇങ്ങനെ കണ്ടു, വയലിനൊക്കെ ഞാൻ എപ്പോഴും പുറത്തൊക്കെ വായിച്ചുകൊണ്ടിരിക്കുക. ഭരതേട്ടൻ എൻ്റെ അടുത്ത് വന്നിട്ട്, എവിടെയാണ് എൻ്റെ സ്ഥലം? തൃശ്ശൂർ. ആ, തൃശ്ശൂരാണോ? ഞാൻ എന്നിട്ട് ഭരതേട്ടൻ തന്നെ പറഞ്ഞു, ഞാൻ ഭരതൻ. അപ്പോഴേക്കും അറിയാം ഭരതൻ സംവിധായകനാണ്. ഇത് പറയുന്നത് ഗുരുവായൂർ കേശവൻ, രതി നിർവേദം, ഈ പടങ്ങളൊക്കെയാണ്. അന്ന് എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ, ഭരതേട്ടന് ഞാൻ വയലിൻ വായിക്കുന്നത് കാണാൻ വലിയ ഇഷ്ടമാണ്. സത്യത്തിൽ ഈ വയലിനാണ് അദ്ദേഹം എന്നെ ഇഷ്ടപ്പെടാനും ഇതെല്ലാം ചെയ്യാനുള്ള കാരണം. അദ്ദേഹത്തിന് ഞാൻ വയലിൻ വായിക്കുന്നത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് എൻ്റെ വയലിനിലുള്ള ആ ഒരു വിഷ്വലും അതിൻ്റെ സൗണ്ടൊക്കെ അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ്. സംഗീതം ഭയങ്കര ക്രേസാണ് ഭരതേട്ടന്. അങ്ങനെ അതിൽ നിന്നാണ് ആരവെന്ന് പറഞ്ഞ സിനിമയ്ക്കൊക്കെ. അതാണ് ഞാൻ അറിഞ്ഞത്. അത് ആരവെന്ന് പ്രേക്ഷകരോടും കൂടി പറയാണ്. ആരവെന്ന് പറയുന്ന പടത്തിലൊരു നിരാശ കാമുകൻ, ഒരു ചെറിയ കാമുകൻ, ഒരു വയലിൻ അവിടെ ഇവിടെയൊക്കെ നിന്ന് വയലിൻ വായിക്കുന്ന ഒരു വേഷത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അഭിനയം കഴിഞ്ഞാണ് മ്യൂസിക് ഡയറക്ഷനിലോട്ട് വരുന്നത്. അതെ, തീർച്ചയായിട്ടും അഭിനയം കഴിഞ്ഞിട്ടാണ് മ്യൂസിക് ഡയറക്ഷൻ. ഫസ്റ്റ് എൻട്രി സിനിമയിലേക്ക് വയലിനിസ്റ്റ് ആയിട്ടൊക്കെ ഞാൻ പിന്നെ അത് ബിഹൈൻഡ് പിന്നണിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പാട്ടുകൾക്ക് ഓർക്കസ്ട്ര വായിക്കാൻ ചെയ്യുന്നുണ്ട്. അതെ, പക്ഷെ മുന്നണിയിൽ വരുന്നത് അഭിനേതാവായിട്ടാണ്. അപ്പൊ അതിനും കാരണം വയലിനാണ് കേട്ടോ. പക്ഷേ ആ വയലിനായതുകൊണ്ട് മാത്രം ഭരതേട്ടൻ എന്നെ പിന്നീട് വിളിക്കുന്നൊന്നും ആരും കരുതണ്ട. ഭരതേട്ടന് ഞാൻ അതിൽ വായിച്ചിരിക്കുന്ന ബിറ്റുകള് ഞാൻ ലൈവായിരുന്നു അന്ന് റെക്കോർഡിങ്. അതായത് ഈ സിനിമയെ നമ്മൾ കേൾക്കുന്ന ബിറ്റുകൾ ലൈവായിട്ട് വായിച്ചിട്ടുള്ളത് റീക്രിയേറ്റ് ചെയ്തു. സെയിം നോട്ട്സ് ഒക്കെ നമ്മൾ വായിച്ചു തന്നെയാണ്. പക്ഷെ അവിടെ ഒരു പ്രത്യേകത, ഭരതേട്ടന്റെ സംഗീതത്തിന്റെ ടേസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഭരതേട്ടൻ എപ്പോഴും ഈ 5 സ്വരങ്ങളുള്ള രാഗങ്ങൾ, അതായത് മോഹനം, അതിലെ ഏറ്റവും ഇഷ്ടമുള്ളത് മോഹനം, ഹിന്ദോളം, അങ്ങനെയുള്ള ശുദ്ധന്യാസി, ഇതൊക്കെ ഭരതേട്ടന്റെ ഫേവറേറ്റ് ആണ്. അത് വേറൊന്നും കൊണ്ടല്ല, അത് വളരെ നാച്ചുറലായിട്ടുള്ള സംഗീതമാണത്. ഒട്ടും ഹാർഡല്ല, വളരെ എന്താ പറയുക, നമ്മുടെ പ്രകൃതിയോട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന രാഗങ്ങളാണ് അതിലുണ്ടാകുന്നത് മുഴുവൻ. അപ്പം ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടല്ല കേട്ടോ, ഇങ്ങനെ ഒരു പ്രതീക്ഷയൊന്നും വെച്ചിട്ടല്ല. ഞാനതിൽ ആ സീൻ, അത് ടോട്ടലി അവിടെ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് മൊത്തം ആ ഹൊഗനയ്ക്കൽ വെള്ളച്ചാട്ടവും ഇതെല്ലാം കാണുമ്പോൾ എൻ്റെ മനസ്സിൽ മോഹനമാണ് വരുന്നത്. അപ്പൊ ഞാൻ മോഹനത്തിൽ കുറെ ബിറ്റുകൾ വായിച്ചു. പിന്നീട് ദേവദൂതന്റെ ഒക്കെ ഒരു ഇൻസ്പിറേഷൻ അതിൽ നിന്നാണ്. അപ്പൊ അതന്ന് ഞാൻ വായിച്ചപ്പോ ഭരതേട്ടൻ ഷൂട്ടിംഗ് സ്റ്റാർട്ട് പറഞ്ഞിട്ട് ഭരതേട്ടൻ ഞാൻ വായിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് കാണാം, ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്തിട്ട്. അതാണ് ആ പടത്തിന്റെ റീ റെക്കോർഡിങ് സമയത്ത് ഭരതേട്ടൻ ഈ ബിറ്റുകളൊക്കെ വീണ്ടും വേണം. അപ്പൊ എന്തിനാ ഇനി വേറൊരാളെ അന്വേഷിച്ച് പോണേ,
റീ റെക്കോർഡിങ് എന്നോട് ചെയ്യാൻ പറഞ്ഞു. എനിക്കാണെങ്കിൽ യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഭരതേട്ടന് നിർബന്ധം. അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. എൻ്റെ കൂടെ സുഹൃത്ത്, അന്ന് മ്യൂസിക് ഡയറക്ടറല്ല, ജോൺസൺ. അപ്പോൾ അനന്തർ തൃശ്ശൂർക്കാരനാണ്. അപ്പോൾ ജോൺസനെയും കൂടി വിളിക്കാം. അങ്ങനെ ഞങ്ങൾ ഡുവോ ആയിട്ടാണ് അതിൽ ആ പടത്തിൻ്റെ റീ റെക്കോർഡിങ് ചെയ്തത്.